വലിയ താരചാട്ടമൊന്നുമില്ല, മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ മാനാണെന്ന്. അല്ല ഭക്തിപരമായിട്ട് പോകുമ്പോൾ കുറേ മേക്കപ്പും വിഗൊക്കെ വെച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും ഞാൻ വലിയ സൂപ്പർ സ്റ്റാറാണ്, ഞാൻ തമിഴ്നാട്ടിലെ വലിയ സ്റ്റൈലിഷ് മന്നനാണെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കാമല്ലോ രജനീകാന്ത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം പ്രത്യേക ബോണസൊക്കെ കൊടുക്കും. ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരേമാതിരിയാണ്. അവിടെ വലിയ കാശുള്ളവന് കാശില്ലാത്തവന് കീഴ്ജാതി മേൽജാതി ഇങ്ങനത്തെ ഒന്നുമില്ല. ദൈവത്തിനെല്ലാവരും ഒരേമാതിരിയാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഇങ്ങനെ പോയാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് കുറേ താരചാടി എടുത്തിട്ട് ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അതന്നെ രജനീകാന്ത് ചെയ്തിട്ടുള്ളൂ. അത് ഇങ്ങോട്ട് വലിയ സംഭവമാക്കി എടുക്കാനുള്ള ഒന്നും കാണണമെന്നില്ല. എന്നിട്ട് കുറേ ന്യൂസുകാർ ഇതിമ വാൽമീൻ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. രജനീകാന്ത് ഇന്നും ഇന്നലൊന്നും പോകാൻ തുടങ്ങിയൊന്നുമില്ലല്ലോ, എല്ലാ വർഷങ്ങളിലും പോകുന്നുണ്ടല്ലോ. അന്നും ഇതേമാരൊക്കെ തന്നെയാണല്ലോ പോയത്. അപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ലേ അദ്ദേഹം എങ്ങനെ പോയത് എന്നുള്ളത്. എന്നിട്ടത് വലിയ ന്യൂസാക്കിയിട്ട് വലിയ സംഭവമാക്കിയിട്ട് എടുത്താണ്. എന്തോന്നടേ.